students, how are you? I hope all of you are fine. How was your vacation? Today I am going to handle 9th standard lesson. Before going to the first lesson, I would like to give the overview of the first unit. Our first unit is Aspire to Win. It included 2 stories and 1 poem. First story is The Race, written by Nisha Punjabi. Okay students, all of you take your notebook, write down the name of the unit, then lesson name, then meanings also. So മനസ്സിലായില്ലേ, 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ 2 സ്റ്റോറിയും ഒരു പോയമും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഫസ്റ്റ് ലെസൺ ദ റേസ്, റിട്ടൺ ബൈ നിഷ പഞ്ചാബി. ഡു യു ലൈക്ക് സ്പോർട്സ്? യെസ്, ഓൾ ഓഫ് യു ലൈക്ക് സ്പോർട്സ്. യെസ്, ആർ യു participate in any sports competition? Yes, most of the students are participated in the sports competition. അല്ലേ, എല്ലാവർക്കും അറിയാം, എല്ലാവരും സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. So now look at the picture. So can you tell how can each member lead his team to victory? Each member should support, encourage, motivate each other, and that contribute the team's success. Then tell students, what are the qualities of a good sports person? All of you know about it. What are the qualities of a good sports person? ഒരു നല്ല കളിക്കാരൻ, സ്പോർട്സ് പേഴ്സൻ്റെ നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ്? യെസ്, ഹി ഷുഡ് കറേജിയസ്, ദെൻ കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റി, ദെൻ ഹാവിങ് ആസ്പിറേഷൻ, then should enthusiastic, then team spirit, fighting spirit, positive thinking, hard work. These are the qualities of a good sports person. So in this unit tells us the need of support, encouragement, then hard work, and these factors all together contribute to the path of success. Then all of you know about Sachin Tendulkar, isn't it? എല്ലാവർക്കും സച്ചിൻ തെണ്ടുൽക്കറിനെ പറ്റി അറിയാം, ഫേമസ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ, isn't it? So you know student, he doesn't score high grades in studies, but he has created history in the field of ക്രിക്കറ്റ്. അറിയാലോ, സച്ചിൻ തെണ്ടുൽക്കർ ചെറുപ്പത്തിൽ പഠിക്കാൻ ഉഷാറുണ്ടായിട്ടെങ്കിലും ഏതിൽ നല്ല ഉഷാറായിരുന്നു, എന്ത് ടാലൻ്റ് ഉണ്ടായിരുന്നു? ക്രിക്കറ്റിൽ. ഹിസ് ബാറ്റിംഗ് സ്കിൽ, ദാറ്റ് ഓൾ ഓഫ് യു നോ അബൌട്ട് ഇറ്റ്. സോ ഓൾ ഓഫ് യു ആർ ടാലൻറ്റഡ് ഇൻ വൺ വേ ഓർ അനദർ വേ. സോ ഹിസ് ബ്രദർ അജിത്, സച്ചിൻസ് ബ്രദർ അജിത് ഐഡൻറ്റിഫൈഡ് ഹിസ് ടാലൻറ്റ്സ്. Okay, so here what we need little bit of support and encouragement from our family, isn't it? Yes. So not all children can score high grades in studies. It doesn't mean that he was not good at anything. അല്ലേ, എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് എടുക്കാൻ സാധിക്കില്ല. ചില കുട്ടികൾ എന്തായിരിക്കും, പഠിത്തത്തിൽ കുറച്ച് മോശമായിരിക്കും. അപ്പോൾ
അവരെന്ത് പറയാൻ പാടില്ല, നിനക്കൊന്നിനും സാധിക്കില്ല, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല അറിഞ്ഞിട്ട് അവരെ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. യെസ്, he may be a good singer, then dancer, യെസ് ആൻ ആക്ടർ അല്ലേ. അവൻ എന്തായിരിക്കാം, അവനിൽ എന്ത് ടാലൻ്റ് ഉണ്ടായിരിക്കാം, നല്ല സിംഗർ ആയിരിക്കാം, ഒരുപക്ഷെ അല്ലെങ്കിൽ ആക്ടർ ആയിരിക്കാം, പ്ലെയർ ആയിരിക്കാം. ഇസ് ഇറ്റ്? യെസ്. സോ ഹിയർ ഇസ് എ സ്റ്റോറി ഫോർ യു. ദ നെയിം ഓഫ് ദ സ്റ്റോറി ഈസ് ദ റേസ്, റിട്ടൺ ബൈ നിഷ പഞ്ചാബി. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസണാണ് റേസ് എന്ന സ്റ്റോറി. ഹിയർ Tarun is the main character. In this story, we can see one boy. Okay. ഒരു കുട്ടിയെ കാണാം, അവൻ്റെ പേരാണ് തരുൺ. He was the mediocre student, average student ആയിരുന്നു. Okay. So, today we are studying about Tarun's story. We don't know whether he is good at studies or not. Then he may be good at studies or maybe in something else അല്ലേ. ആ കുട്ടി ചിലപ്പോൾ പഠിത്തത്തിൽ ഉഷാറുണ്ടാവാം, പക്ഷെ പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാലൻറ്റ് ആ കുട്ടിയിലുണ്ടാവാം. പക്ഷേ നമുക്കറിയില്ല, ഈ കഥ തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ നമുക്കറിയില്ല ആ കുട്ടി എങ്ങനെയുള്ള കുട്ടിയാണെന്ന്. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻഡ് ഇൻ Tarun's life. What are the incidents that happened in Tarun's life? നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻസിഡൻസ് ആണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായത്. വെദർ ഹീ ഈസ് ഗുഡ് അറ്റ് സ്റ്റഡീസ് ഓർ നോട്ട്. ദെൻ അബൌട്ട് ഹിസ് ഫാമിലി, അവൻ്റെ ഫാമിലിയെ പറ്റിയിട്ട് പഠിക്കാം. പിന്നെ സ്കൂൾ ലൈഫിനെ കുറിച്ചെല്ലാം നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാം. ഓക്കെ സ്റ്റുഡൻസ്, ബിഫോർ ഗോയിങ് ടു ദ class, I would like to tell something about the writer. Who is the writer? Nisha Punjabi. Nisha Punjabi is a freelance writer based in Lucknow, India. She completed her education, including her master's in business administration. She was employed by the Lucknow Times, daily magazine of the Times of India. The Race is an award-winning story in a sports category competition held by the Children's Book Trust, New Delhi, India in 2001. So, let us deal with our first lesson. The name of the lesson, Race, written by Nisha Punjabi. Okay, so all of you look at the textbook. The Race. Tarun was a mediocre student. His grades could barely satisfy his parents, and he was not a good singer, dancer, painter, or even an actor. He always thought of himself as the black sheep of the family. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. But Tarun was never good at anything like that. However, he was blessed with the strength of a great athlete. He was an excellent runner. He would run for hours, be it day or night. Whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent-up emotions. At times, he would miss his school bus and would then run to school, which was 5 miles away from his home. He just had one dream: to become the fastest runner in the world. Tarun did not know how to achieve his dream. On the one hand, his parents hated his running and wanted him to concentrate more on his studies, which he never did. On the other hand, he belonged to a middle-class family, and Tarun knew that to achieve his dream, he needed an intensive training, the amount for which was well beyond his family's reach.
So it is a story about a boy. His name was Tarun. He is the main character in this story. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് തരുൺ എന്ന കുട്ടി. ഓക്കെ, തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്റ്. ഇപ്പോൾ മനസ്സിലായി തരുൺ എങ്ങനെയുള്ള കുട്ടിയാണ്? ആവറേജ് ലെവലിലുള്ള കുട്ടിയാണ്. നല്ല പഠിത്തത്തിൽ നല്ല മിടുക്കൊന്നുമല്ല, തീരെ മോശവുമല്ല, ആവറേജ് ലെവലിലുള്ള കുട്ടിയാണ്. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്റ്. മീഡിയോക്കർ മീൻസ് ആവറേജ്. ആവറേജ് ലെവലിലുള്ള കുട്ടിയാണ്. ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ പാരൻസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗ്രേഡ്സ്, അവന് പഠിത്തത്തിൽ കുറച്ച് വീക്കായിരുന്നു. അതുകൊണ്ട് അവൻ്റെ പാരൻസിന് അവൻ്റെ മാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഡാൻസർ, പെയിൻറ്റർ ഓർ ഈവൻ ആൻ ആക്ടർ. അവനൊരു നല്ല സിംഗർ ആയിരുന്നില്ല, നല്ലൊരു ആക്ടർ ആയിരുന്നില്ല, പെയിൻറ്റർ ആയിരുന്നില്ല, ഡാൻസർ ആയിരുന്നില്ല. He always thought of himself as the black sheep of the family. അതുകൊണ്ട് അവന് സ്വയം വിചാരിക്കുമായിരുന്നു. എന്തെന്ന് വിചാരിക്കുന്നത്? ഐ ആം ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. ബ്ലാക്ക് ഷീപ്പ് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എനിക്ക് ഒന്നിനും സാധിക്കില്ല, ഞാൻ കൂട്ടത്തിൽ പെടാത്ത ഒരു കുട്ടിയാണ്, എനിക്ക് ഇത് ഒരു കഴിവുകളും ഇല്ല എന്നുള്ള ഒരു വിചാരം ആ കുട്ടിക്ക്. ഓക്കെ, ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. ഹിസ് എൽഡർ ബ്രദർ who was pursuing a degree in engineering from a reputed college always made the family proud. തരുണിന് ഒരു ബ്രദറുണ്ട്, എൽഡർ ബ്രദർ. ഹി വാസ് studying well. That means he was pursuing a degree. That means continuing his degree in engineering from a reputed college. ഒരു ഫേമസ് ആയ കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു ആര്? തരുണിൻ്റെ ബ്രദർ. Okay, he always made the family proud. His brother always made the family proud. But Tarun was never good at anything like that. പക്ഷേ നമ്മളെ തരുൺ ഇതിലൊന്നിലും നല്ല ഉഷാറുണ്ടായിരുന്നില്ല, പഠിത്തത്തിലും വേറൊരു ടാലൻറ്റും ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ then he was not a dancer, not a singer, painter. So he feels that I am the black sheep of the family. Okay, then ഇത്രയ്ക്ക് മനസ്സിലായില്ലേ? പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കിക്കോ. അതിനേക്കാളും മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഐഡൻറ്റിഫൈ ദ വേർഡ് ഇൻ ദ പാസേജ് വിച്ച് മീൻസ് ഓഫ് ഓൺലി ആവറേജ് സ്റ്റാൻഡേർഡ്. Identify the word from the passage which means of only average standard. ആ വേർഡിൻ്റെ മീനിങ് നിങ്ങളെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും? ആവറേജ് മീൻസ് മീഡിയോക്കർ. ഓക്കെ, സോ however he was blessed with the strength of a great athlete. He was an excellent runner. He would run for hours, be it day or night. അവന് എന്തിൻ്റെ കഴിവുണ്ടായിരുന്നു? അവന് പഠിക്കാനും ഉഷാറില്ലെങ്കിലും അവന് ഒരു കഴിവുണ്ടായിരുന്നു. എന്ത് കഴിവ്? നല്ലൊരു അത്ലറ്റായിരുന്നു. ഹി വാസ് എൻ എക്സലൻറ്റ് റണ്ണർ. എക്സലൻറ്റ് റണ്ണറായിരുന്നു. ഓക്കെ, ഹി വുഡ് റൺ ഫോർ ഹവേഴ്സ്, ബി ഇറ്റ് ഡേ ഓർ നൈറ്റ്. രാത്രിയും പകലാണെങ്കിലും അവന് എത്ര ദൂരം വേണമെങ്കിലും എത്ര മണിക്കൂർ വേണമെങ്കിലും ഓടുമായിരുന്നു. ഓക്കെ, whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent-up emotions. എപ്പോഴെങ്കിലും സങ്കടമോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടായാൽ അവൻ എന്താക്കും? ഓടാൻ തുടങ്ങും. Thus releasing all his pent-up emotions. Thus he releasing his suppressed emotions. മനസ്സിലുണ്ടായ ഇമോഷൻ, അവൻ്റെ ടെൻഷനെല്ലാം അങ്ങനെ അവന് മാറ്റുമായിരുന്നു. At times he would miss his school bus and would then run to school.
which was 5 miles away from his home. That means at times means sometimes. Sometimes he would miss his school bus and would then run to school, which was 5 miles away from his home. Yes, he would run to school, which was 5 miles away from his home. He just had one dream. He just had one dream. അവന് ഒരേ ഒരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് അവൻ്റെ സ്വപ്നം? ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. നല്ല ഫാസ്റ്റസ്റ്റ് റണ്ണറാണ് എന്ന വിചാരം മാത്രമേ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ഓൺ ദ വൺ ഹാൻഡ് ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ് ആൻഡ് വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്, വിച്ച് ഹി നെവർ ഡിഡ്. പക്ഷേ അവൻ്റെ പാരൻസ് എന്താണ് ഓടുന്നത് അവൻ്റെ പാരൻസിന് ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ. ഹേറ്റഡ് ഹിസ് റണ്ണിങ്. ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ് ആൻഡ് വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ സ്റ്റഡീസ്. ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് പറഞ്ഞത്? സ്റ്റഡീസ്, പഠിക്കാൻ പറഞ്ഞു. പാരൻസ് കുട്ടിയോട് എപ്പോഴും പറയും നന്നായി പഠിക്കണം. പക്ഷെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു എന്തെന്ന് ഈ തരുണ് ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഓട്ടത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ. ഓൺ ദ അതർ ഹാൻഡ് ഹി ബിലോങ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ ഫാമിലി മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. ആൻഡ് തരുൺ ന്യൂ ദാറ്റ് ടു അച്ചീവ് ഹിസ് ഡ്രീം ഹി നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്. യെസ്, മിഡിൽ ക്ലാസ് ഫാമിലി പറയുമ്പോൾ അവർക്ക് വേണ്ടുന്നത്ര കാശുണ്ടാവില്ല അവരുടെ കയ്യിലല്ലേ. അപ്പോൾ അവന് എന്താവശ്യമുണ്ട്? ഇൻറ്റൻസീവ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട് കുട്ടിക്ക് അല്ലേ. ഒരു നല്ല ഒരു ഓട്ടത്തിൽ ഫസ്റ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല പരിശീലനം കിട്ടണം അല്ലേ, ട്രെയിനിങ് കിട്ടണം. അപ്പോൾ അതിനെന്ത് വേണം? കാശ് വേണം. isn't it? He needed amount for which was well beyond his family's reach. അപ്പോൾ ഇവൻ്റെ ഫാമിലി മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി. എന്തെന്ന് കയ്യിൽ അത്ര കാശില്ല, ഇവനെ ട്രെയിനിങ്ങിൽ വിടാനില്ല, കാശുണ്ടായിരുന്നില്ല. ഓക്കെ. ദെൻ ടെൽ സ്റ്റുഡൻസ്, വാട്ട് വാസ് ദ ഓൺലി ഡ്രീം ഓഫ് തരുൺ? വാട്ട് വാസ് ദ ഓൺലി ഡ്രീം ഓഫ് തരുൺ? വാട്ട് വാസ് ദ ഓൺലി ഡ്രീം ഓഫ് Tarun? To become the fastest runner in the world. What was the only dream of Tarun? His dream was to become the fastest runner in the world. Okay. Then so what did Tarun do to release his pent up emotions? അവൻ്റെ ഇമോഷനെ അടക്കാൻ വേണ്ടിയിട്ട് അവന് എന്തൊക്കെ ചെയ്തു? What he did? He used to run for hours until he feel exhausted. അവന് എന്താണ് ടയേർഡ് ആവുന്നത് വരെ എന്ത് ചെയ്തു ഈ കുട്ടി? ഓടാൻ തുടങ്ങി അല്ലേ. സങ്കടം വന്നാൽ, ഇമോഷൻ ടെൻഷനായാൽ കുട്ടി എന്താക്കും? ഓടാൻ തുടങ്ങും. ഓക്കെ. അങ്ങനെ അവൻ്റെ മനസ്സിലുള്ള വികാരം അവനത് അടക്കി, അതാണ് സപ്രസ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ 2 പാരഗ്രാഫ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഐ തിങ്ക് all of you understood 2 paragraph. Then next paragraph. When Tarun failed in his terminal examinations, his father was very angry with him. His friends too made fun of him. It was a day he wanted to wipe out from his memory, and so he took to running. He ran all around the park. The sun beat down to check his rage, but nothing could stop Tarun. After about an hour, he was fully exhausted and his fury having subsided.
He threw himself on a bench and started panting heavily. ഇപ്പോൾ എന്ത് സംഭവിച്ചു? യെസ്, he failed in his terminal examination. He failed in his terminal examination. ആ കുട്ടി terminal examil ഫെയിലായിപ്പോയി. Then his father was very angry with him. യെസ്, അത് നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങളെവിടെയെങ്കിലും നിങ്ങൾക്ക് കുറച്ച് മാർക്ക്, നിങ്ങളെ എക്സാമിൽ കുറച്ച് കുറവ് മാർക്ക് കിട്ടിയാൽ നിങ്ങളെ പാരൻസിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? യെസ്, എന്തായിരിക്കും? ദേഷ്യപ്പെടില്ലേ? ദേഷ്യപ്പെടും. സോ ഹിസ് ഫാദർ വാസ് വെരി ആംഗ്രി വിത്ത് ഹിം. തരുൺസ് ഫാദർ വാസ് വെരി ആംഗ്രി വിത്ത് ഹിം. ഹിസ് ഫ്രണ്ട്സ് ടു മേഡ് ഫൺ ഓഫ് ഹിം. ഓക്കെ, ഹിസ് ഫ്രണ്ട്സ് ടു മേഡ് ഫൺ ഓഫ് ഹിം. ലാഫ്ഡ്. ദേ സ്റ്റാർട്ടഡ് ടു ലാഫ്. അവർ കളിയാക്കാൻ തുടങ്ങി. ഫ്രണ്ട്സ് ഫെയിലായില്ലേ, അപ്പോൾ കളിയാക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് എ ഡേ he wanted to wipe out from his memory and so he took to running. അപ്പോൾ അവൻ എന്താക്കി? നമ്മളെ തരുണ് അവൻ്റെ ഈ ദിവസം, ഏത് ദിവസം? എക്സാമിൽ ഫെയിലായില്ലേ, അപ്പോൾ അവനെന്ത് വിചാരിച്ചു? എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി, ഈ കാര്യം എങ്ങനെയെങ്കിലും മനസ്സിന് കളയണം. അതിനവന് എന്താണ് ഒരു വഴി കണ്ടെത്തിയത്? അത് നിങ്ങൾക്കറിയാം. എന്ത്? ഹി സ്റ്റാർട്ടഡ് ടു റൺ. ഓക്കെ, ഇവന് എന്ത് ചെയ്തു? ആൻഡ് സോ ഹി ടുക്ക് ടു റണ്ണിങ് മീൻസ് സ്റ്റാർട്ടഡ് റണ്ണിങ്. ഹി റാൻ ഓൾ അറൗണ്ട് ദ പാർക്ക് ഉണ്ടായിരുന്നു, പാർക്കിൻ്റെ ചുറ്റും ഓടാൻ തുടങ്ങി. ദ സൺ ബീറ്റ് ഡൗൺ ടു ചെക്ക് ഹിസ് റേഞ്ച് ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. ഇപ്പോൾ അത് നല്ല ഉച്ച സമയമായിരുന്നു. ഈ കുട്ടി ഓടുമ്പോൾ എന്തെന്ന് അവനൊന്നും മനസ്സിലാവുന്നില്ല. ആ ഇമോഷൻ കാരണം അവന് ചുറ്റും ഓടുന്നു. അപ്പോൾ ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. അവനെ ആരെ കൊണ്ടും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. ആഫ്റ്റർ അബൌട്ട് an hour he was fully exhausted and his fury having subsided. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്തായി? ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ് മീൻസ് വെരി ടയേർഡ്. എക്സോസ്റ്റഡ്, ടയേർഡ്. And his fury having subsided. Fury means angry. Having subsided means become low. പറഞ്ഞാൽ അവൻ്റെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ സങ്കടം കുറച്ച് കുറഞ്ഞു. ആ കുട്ടി എന്ത് ചെയ്തു? he threw himself on a bench and started panting heavily. അവിടെ അടുത്ത് തന്നെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. ആ ബെഞ്ചിൻ്റെ മുകളിൽ പോയിട്ട് വീണിട്ട് എന്താക്കാൻ തുടങ്ങി? ഇങ്ങനെ ഗ്യാസ്പ്. പാൻറ്റിങ് മീൻസ് ഗ്യാസ്പ് ഹെവിലി പറഞ്ഞാൽ ഇങ്ങനെ ശ്വാസം എടുക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് അങ്ങനെ ശ്വാസം എടുക്കുന്നത്? അവന് ഓടി വന്നതല്ലേ, 1 മണിക്കൂറായി ആ കുട്ടി ഓടുന്നത്. അപ്പോൾ പെട്ടെന്ന് വന്ന് വീണിട്ടാകുമ്പോൾ യെസ്. Then suddenly he heard a voice at his elbow. What is it, son? പെട്ടെന്ന് ഒരു വോയിസ്, സൗണ്ട് കേട്ടു. അറ്റ് ഹിസ് എൽബോ പറഞ്ഞാൽ വെരി നിയർ, അടുത്തുനിന്ന് ഒരു സൗണ്ട് കേട്ടു. വാട്ട് ഈസ് ഇറ്റ് സൺ? എന്താണ് മകനെ എന്ന് ചോദിക്കുന്നു. തരുൺ ടേൺ ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് there sat a man of about 60. തരുൺ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞപ്പോൾ അവിടെ ഒരാളിരിപ്പുണ്ട്. 60 years old. യെസ്, I failed in 2 subjects. He replied in a depressed tone. Depressed means sad. അപ്പോൾ സങ്കടത്തോടെ ഇരുന്നിട്ടുണ്ട് ആര്? തരുൺ. അപ്പോൾ തരുൺ പറയുന്ന I failed in 2 subjects. The man smiled sympathetically.
and said, "Life is full of ups and downs, my boy. By the way, I am Ram Narayan, and you are one of the best runners I have ever seen." അപ്പോൾ ആ മാൻ ഉണ്ടല്ലോ, അയാൾ പറയുന്നത് സാധാപൂർവം പറയുന്നു, എന്തെന്ന് മോനെ, എന്തെന്ന് ലൈഫിൽ നമുക്ക് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ സങ്കടപ്പെട്ടിട്ട് ഇരിക്കുകയല്ല വേണ്ടത്. എന്ത് ചെയ്യണം? വി ഹാവ് ടു ഓവർകം ദീസ് ഡിഫിക്കൽട്ടീസ്, അല്ലേ? സോ ബൈ ദ വേ, ഐ എം റാം നാരായൺ ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. അപ്പോൾ അയാളെ പേര് പറയുന്നു, ഐ എം റാം നാരായൺ. എന്താണ് അയാളുടെ പേര്? റാം നാരായൺ. ഓക്കെ. I am Ram Narayan and you are one of the best runners I have ever seen. നീ നല്ലൊരു റണ്ണറാണ്. അപ്പോൾ നമ്മളെ തരുൺ ചോദിക്കുന്നു, റാം നാരായൺ, റാം നാരായൺ, ആർ യു ദ സെയിം റാം നാരായൺ who won an Olympic medal in the 400-meter race in the 1960s? നിങ്ങളാണോ ആ റാം നാരായൺ, ഒളിമ്പിക് മെഡൽ വാങ്ങിയ 1960 ഒളിമ്പിക് മെഡൽ വാങ്ങിയ ആ റാം നാരായൺ നിങ്ങളാണോ എന്ന് ചോദിക്കുന്നു തരുൺ. തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെൻറ്റ്. അവന് അത്രയ്ക്ക് സന്തോഷം, അവന് രാം നാരായൺ എന്ന് കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. അവനറിയാം ആരാണ് റാം നാരായൺ, 1960 ഒളിമ്പിക് മെഡൽ വാങ്ങിയ ആളാണെന്ന് തരുണിന് മനസ്സിലായി. യെസ്, പാഡ് കെയിം ദ റിപ്ലൈ. തരുൺ വാസ് ഡാസിൽഡ്. അപ്പോൾ എന്ത് പറ്റി? പെട്ടെന്ന് തന്നെ അയാൾ മറുപടി പറയുന്നു, യെസ്, ഐ എം റാം നാരായൺ. തരുൺ വാസ് ഡാസിൽഡ്. ഹി വാസ് സർപ്രൈസ്ഡ്. ഓക്കെ. Son, I have been watching you for the past 45 minutes, continued Ram Narayan, and I see a good future in you. ഇപ്പോൾ രാം നാരായൺ പറയുന്നതെന്ന്, ഞാൻ 45 മിനിറ്റ്സായി എന്തെന്ന് ഞാൻ നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്നിൽ നല്ലൊരു ഫ്യൂച്ചറുണ്ട്. ഓക്കെ, ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. Tarun could not help but blush. Yes, അവൻ്റെ മുഖം ചുവന്നു തൊടുത്തു അങ്ങനെ കേട്ടപ്പോൾ. ഓക്കെ. All you need to do is keep that passion burning in you and never give up. Have you joined some training school? The man enquired. Yes. അപ്പോൾ രാം നാരായൺ പറയുന്നെന്തെന്ന്? യെസ്, നിൻ്റെ മനസ്സിലുള്ള ഈ പാഷൻ പറഞ്ഞാൽ ആവേശം, അത് എന്നും ഉണ്ടായിരിക്കണം എന്ന്. ഓക്കെ. കീപ് ദാറ്റ് പാഷൻ ബേണിംഗ് ഇൻ യു ആൻഡ് നെവർ ഗിവ് അപ്പ്. ഒരിക്കലും അതിനെ ഉപേക്ഷിക്കരുത്. ഹാവ് യു ജോയിൻഡ് സം ട്രെയിനിങ് സ്കൂൾ? ദ മാൻ എൻക്വയർഡ്. ഓക്കെ, നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ചേർന്നിട്ടുണ്ടോ? തരുൺ സ്മൈൽ ഫേഡഡ് ആൻഡ് ഹി സീംഡ് ഡിസ്ട്രോട്ട്. അത് കേട്ടപ്പോൾ അവൻ്റെ പുഞ്ചിരി മാഞ്ഞുപോയി. ഓക്കെ, അവനൊരു സങ്കടം തോന്നി. ഡിസ്ട്രോട്ട് മീൻസ് സോറോ, സാഡ്. ഓക്കെ. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ്. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ് സർ. അവന് പറയാൻ എന്തെന്ന്, ട്രെയിനിങ് സ്കൂളെന്ന് വെച്ചാൽ നല്ല കാശ് വേണം പഠിക്കാൻ, ട്രെയിനിങ്ങിന് പോവാൻ നല്ല കാശ് വേണം. ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ് സെഡ് തരുൺ. എനിക്ക് ജോലിയും ഇല്ല. ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹി കുഡ് ജോക്ക് ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ്. ബട്ട് റാം നാരായൺ സീംഡ് പ്രെറ്റി സീരിയസ്. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്, ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. ഇപ്പോൾ റാം നാരായൺ പറയുന്നതെന്ന്, ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്. നിനക്ക് ട്രെയിനിങ് ഞാൻ തരാം. ഓക്കെ. ദെൻ ബട്ട് ദർ ഈസ് എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ് കണ്ടീഷൻ?
What is your condition? Tarun's voice showed curiosity and anxiety. Okay, ആകാംക്ഷയോട് ചോദിക്കുന്നു. What is that condition? There is a race on Children's Day at the Nehru Stadium. Children of your age are competing there. If you participate and win that race, I promise I will start training you, said Ramnarayan. നെഹ്റു സ്റ്റേഡിയത്തിൽ റേസ് ഉണ്ട്, ചിൽഡ്രൻസ് ഡേയുടെ അന്ന് റേസ് നടക്കുകയാണ്. അപ്പോൾ നിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ പങ്കെടുക്കുന്നുണ്ട് ആ കോമ്പറ്റീഷനിൽ. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ്, ഐ പ്രോമിസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു. നീ ആ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നീ എന്താവണം? വിന്നാവണം. ഓക്കെ, ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ്, ഐ പ്രോമിസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു. ഞാൻ പ്രോമിസ് തരാമെന്ന് ഞാൻ എന്തായാലും നിനക്ക് ട്രെയിനിങ് തരാം. ഹു സെഡ്? രാംനാരായൺ. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ, ഐ ക്യാൻ ഡു ഇറ്റ്, കാൺട്ട് ഐ? തോട്ട് തരുൺ. ഇപ്പം ചിന്തിക്കുന്നു തരുൺ, എനിക്ക് പറ്റില്ലേ? പിന്നെ ഞാൻ ചെയ്യാം. ഐ വിൽ സർ, ഹി ഹേർഡ് ഹിംസെൽഫ് സേയിങ് വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ. യെസ്, ഇറ്റ് ഷോസ് ഹിസ് സ്ട്രോങ് ഡിസിഷൻ, അല്ലേ? ഹിസ് കോൺഫിഡൻസ്, ഇറ്റ് ഷോസ് ഹിസ് കോൺഫിഡൻസ്. അവന് പറയുന്നു ഞാൻ എന്തെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, റേസിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ കുട്ടിക്ക്. ഓക്കെ, ഫൈൻ ബോയ്, ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് ആൻഡ് റിമെമ്പർ യുവേഴ്സ് ടു വിൻ ഇറ്റ്. ടെൽ മീ വാട്ട്സ് യുവർ നെയിം? ആസ്ക്ഡ് രാംനാരായൺ. ഇതുവരെ രാംനാരായൺ പേര് ചോദിച്ചിട്ടില്ല, അല്ലേ? സോ ഇപ്പോൾ അയാൾ പറയുന്നത് വാട്ട് ഈസ് യുവർ നെയിം? ഹി ആസ്ക്ഡ്. ദെൻ Tarun Kapoor, sir. He told, my name is Tarun Kapoor. Tarun, I will meet you here after 5 days to give you your participation card. Yes, 5 days after I will meet you. 5 ദിവസത്തിന് ശേഷം ഞാൻ നിന്നെ മീറ്റ് ചെയ്യാം. എന്തിനു മീറ്റ് ചെയ്യുന്നത്? പാർട്ടിസിപ്പേഷൻ കാർഡ് കൊടുക്കണ്ടേ, അതിന്. All the best, said Ramnarayan and left. On the way home, Tarun thought that if his father had not scolded him, he wouldn't have got this opportunity. അല്ലേ? അവന് ഇപ്പോൾ മടങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവന് ആരെപ്പറ്റി ആലോചിക്കുന്നു? അവൻ്റെ ഫാദറിനെ പറ്റി ആലോചിക്കുന്നു. ഫാദർ ഇങ്ങനെ അവനെ വഴക്ക് പറഞ്ഞില്ല എങ്കിൽ അവന് രാംനാരായണനെ കാണുമായിരുന്നോ? ഇല്ല. യെസ്, തരുൺ തോട്ട് ദാറ്റ് ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം, ഹി വുഡൻറ്റ് ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. അല്ലേ? ശരിയല്ലേ? യെസ്, തരുണിൻ്റെ ഫാദർ അവനെ വഴക്ക് പറഞ്ഞില്ല എങ്കിൽ ഈ കുട്ടിക്ക് തരുണിന് രാംനാരായണനെ കാണാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, 3 questions. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് തരുൺ? Why did Tarun think that he was the black sheep of the family? First question, who was Tarun?
Then second one, why did Tarun think that he was the black sheep of the family? Then third one, identify the word from the passage which means of only average standard. Identify the word from the passage which means of only average standard. These are the questions. All of you try to write answer. Okay students, it is the time to wind up our class. Meet you again. Okay.